ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് മാർക്കറ്റിൽ ഗൂഗിളി ആയ അവസ്ഥയിലാണ് ഉള്ളത്. ഗൂഗിളി ടൈം എല്ലാവർക്കും പരിചിതമാണ് എന്ന് കരുതുന്നു. അതായത് മാർക്കറ്റ് നല്ല ശക്തമായ രീതിയിൽ മുകളിലേക്ക് പോയി ഹയർ ഹൈസിൽ നിന്ന് മാർക്കറ്റ് പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നു. പക്ഷേ നിഫ്റ്റി പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്, സെൻസെക്സും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 24,000 മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് ഗൂഗിളി എന്ന് പറഞ്ഞത് എന്നുള്ളത് ഞാൻ നേരെ നമ്മളെ നിഫ്റ്റിയുടെ സ്ക്രീൻഷോട്ട് ഒന്ന് കാണിക്കാം. നിഫ്റ്റി മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും പോസിറ്റീവായിരുന്നു. 24,200 റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് പെട്ടെന്നൊരു ഫോള്. അതിനുശേഷം 24,073 മാർക്കറ്റിൻ്റെ ഒരു ക്ലോസ് നടത്തി. ഗ്ലോബൽ മാർക്കറ്റിലും ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്, കണ്ടുവരാം. ഏറ്റവും താഴെ വരാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവാണ്. എന്നാലോ ഈ നിക്കി ജപ്പാൻ മാർക്കറ്റ് 1000 പോയിന്റ്, കൊറിയ 6%, ഓസ്ട്രേലിയ, നാസ്ഡാക്ക് ഫ്യൂച്ചർ, ഡോ ഫ്യൂച്ചർ എല്ലാം തന്നെ പോസിറ്റീവാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് 4028, സിൽവർ 1.3% ഫോളോ ചെയ്ത് 58, ബിറ്റ് കോയിൻ ശക്തമായ റാലി രേഖപ്പെടുത്തി 64,600, ബ്രന്റ് ഓയിൽ 85 നൽകുന്നത്. നാച്ചുറൽ ഗ്യാസും സ്പൈക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇന്നലെ US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരുന്നു. അപ്പോൾ അവിടുത്തെ മികച്ച ഇൻഫ്ലേഷൻ ഡേറ്റ, കൂടാതെ അവിടുത്തെ ബാങ്കിങ് കമ്പനീസിൻ്റെ മികച്ച റിസൾട്ട്, അതാണ് ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്നലെ US മാർക്കറ്റ് ശക്തമായ രീതിയിൽ മുകളിലേക്ക് പോകാനായിട്ട് സാധിച്ചത്. ഈ നമ്മളെ മാർക്കറ്റിലേക്ക് വരുമ്പോഴോ നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു, അത് 17 മാസത്തെ ഹൈ ആയിരുന്നു. കൂടാതെ WP ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു, അതും ഹൈ ആയിരുന്നു. അതായിരുന്നു നമുക്കുണ്ടായത് നെഗറ്റിവിറ്റി. ഇനിയിപ്പോൾ ഇറാൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രംപ് പുതിയതായിട്ട് പറഞ്ഞിരിക്കുന്നത് 20% താരിഫ് US ഏർപ്പെടുത്തും എന്നുള്ളതാണ്. ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കൃത്യമായി ധാരണയായിട്ടുണ്ട്. അതായത് ഹോർമോസിൻ്റെ ഒരു നിയന്ത്രണം അത് US ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചർച്ചയെല്ലാം തന്നെ അലസി പോകാനായിട്ടുള്ള പ്രധാന കാരണം. മേ ബി നമുക്കറിയില്ല, ഇതൊരു ആവശ്യമായിട്ട് ഈ US ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. അല്ലാതെ ഈ യുറേനിയം എൻറിച്ച്മെൻറ്റോ ഇതൊന്നും ഒക്കെ ഇറാൻ ഇന്നലെയോ തുടങ്ങിയതല്ല, വളരെ നാൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. അപ്പോൾ അവിടെയുള്ള ഓയിൽ ആണോ അമേരിക്കയുടെ അവരുടെ ഒരു കൺസേൺ എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഹോർമോസിൻ്റെ നിയന്ത്രണമാണോ കൺസേൺ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നത്. കാരണം അവിടുത്തെ 20% താരിഫ് US ഏർപ്പെടുത്തുകയാണെങ്കിൽ കൂടിയും ഈ അവിടുത്തെ ചരക്ക് ഗതാഗതത്തിൻ്റെ എക്സ്പെൻസ് കൂടും എന്നുള്ളതാണ്. ഇനി അത് നിലനിർത്തുമ്പോൾ തന്നെ ചരക്ക് ഗതാഗതത്തിൻ്റെ എക്സ്പെൻസ് കൂടുമ്പോൾ തന്നെ ഈ മാററ്റൈൻ ഇൻഷുറൻസുകൾ കൂടും. കപ്പലുകൾക്ക്, ഷിപ്പുകൾക്കെല്ലാം തന്നെ ഇൻഷുറൻസ് ഭീമമായ തുക കെട്ടിവെച്ച് അതിലൂടെ ഷിപ്പ് പാസ് ചെയ്താൽ കൂടിയും ക്രൂഡ് പ്രൈസ് ഇങ്ങനെ തന്നെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് ഇന്ത്യയുടെ കാര്യത്തിൽ നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഉയരാനായിട്ടുള്ള പ്രധാന റീസൺ ഈ ഒരു ക്രൂഡ് പ്രൈസിൻ്റെ ഒരു ഹൈ ആയിരുന്നു. നമുക്ക് നേരെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്ന് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ നിഫ്റ്റി 24,050 സ്പോട്ട് നിൽക്കുന്നുണ്ട്. കോൾ സൈഡ് നോക്കുകയാണെങ്കിൽ 24,200 ഹയർ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. PCR 0.7 എന്ന നിലയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ITRനെ സംബന്ധിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. ആരൊക്കെ ഫയൽ ചെയ്യണം, ഏതൊക്കെ ഫോമാണ് എന്നുള്ളത്. അപ്പോൾ അതിനെ ഒരു ലൈവ് സൂം മീറ്റ് നമുക്ക് ഈ ഞായറാഴ്ച നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടൈം കൃത്യമായിട്ട് നമ്മൾ അറിയിക്കും. എവിടെ അറിയിക്കും? നമ്മളുടെ ഗ്രൂപ്പിൽ അറിയിക്കും. നമ്മുടെ സൂം അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഈ ടാക്സായിട്ട് ബന്ധപ്പെട്ട ഇത് മാത്രമല്ല, നിങ്ങൾക്കറിയാം നമുക്ക് ഒരുപാട് ഫ്രീ കോഴ്സുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഞായറാഴ്ച ടാക്സായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുക. ഞാൻ മാത്രമല്ല, നമ്മൾ ടാക്സ് കൺസൾട്ടൻറ്റും നമ്മുടെ ലൈവ് സൂമിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തും ചോദിക്കാം, എൻ്റെ അടുത്തും ചോദിക്കാം. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളൊക്കെ പോയാലോ? ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ മാത്രമാണ്. ആദ്യം ന്യൂസിലുള്ളത് GNB സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 52% വർദ്ധിച്ചിട്ടുണ്ട്. ലോണും ഏകദേശം 26% വർദ്ധിച്ചു. ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസ് നെറ്റ് പ്രോഫിറ്റ് 52% ഉയർന്നു. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 35% ഉയർന്നു. ഇന്ത്യ പെസ്റ്റിസൈഡ് കമ്പനി ഇവരുടെ പ്രൊഡക്റ്റിന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. HDB ഫിനാൻഷ്യൽ സർവീസ് നെറ്റ് പ്രോഫിറ്റ് 570 നിന്ന് 790 ഉയർന്നു.
അദാനി പവർ അവർ 25 വർഷത്തെ ഒരു പവർ സപ്ലൈ ഡീല് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡായിട്ട് സൈൻ ചെയ്തു. അമരാജ ബാറ്ററി കമ്പനി തെലങ്കാനയിൽ 60 മെഗാവാട്ടിൻ്റെ കപ്പാസിറ്റിയുള്ള അവരുടെ പ്ലാന്റ് 9,500 കോടി രൂപക്ക് അവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 180 നിന്ന് 230 ഉയർന്നു. സായി സിൽക്ക് നെറ്റ് പ്രോഫിറ്റ് 30 കോടി രൂപയിൽ നിന്ന് 25 കോടി രൂപയിലേക്ക് ഇടിഞ്ഞു. ഗ്രോക്ക് US സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോമിൻ്റെ അപ്രൂവൽ കിട്ടി എന്നുള്ള ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് 6% റാലി ഉണ്ടായിരുന്നു. ഏതർ എനർജി കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ് സ്റ്റോക്കിൽ നിന്ന് 8% റാലി രേഖപ്പെടുത്തി. ICC പ്രൊഡൻഷ്യൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 300 കോടി രൂപയിൽ നിന്ന് 390 ഉയർന്നു. റൈമണ്ട് റിയാലിറ്റി കമ്പനി പുതിയ ബോംബെയിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ പ്രൊജക്റ്റ് അവർ കോൺട്രാക്ട് സൈൻ ചെയ്തു. പതഞ്ജലിയുടെ ഓഫീസ് പ്രിമൈസസിൽ റൈഡ് നടന്നു എന്നുള്ള ന്യൂസ് പരന്നു. സ്റ്റോക്ക് നിന്ന് 15% ഇടിവ് രേഖപ്പെടുത്തി. സ്റ്റീൽ സ്ട്രിപ്പ് വീൽസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 49 CR നിന്ന് 69 CR ഉയർന്നു. യൂണിയൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 4,116 കോടി രൂപയിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് 30% ഉയർന്ന് 5,332 ആയിട്ടുണ്ട്. സ്നോമാൻ ലോജിസ്റ്റിക് കമ്പനി അവർ ഹൈദരാബാദിലുള്ള അവരുടെ പ്ലാനിൻ്റെ ഈ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്താനായിട്ടുള്ള തീരുമാനങ്ങൾ കമ്പനിക്കുണ്ട്. ഇനി ഒരുപാട് റിസൾട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ റിസൾട്ടുകൾ പ്രധാനമായിട്ട് HCL ടെക്കിൻ്റെ റിസൾട്ട് നാളെയുണ്ട്. കൂടാതെ ഫ്രൈഡേ നമുക്ക് റിലയൻസിൻ്റെയും ഏഞ്ചലിൻ്റെയും HDFC അസറ്റ് മാനേജ്മെൻറ്റിൻ്റെയും റിസൾട്ടുണ്ട്. ICC ലോബാണ്ടിൻ്റെ റിസൾട്ടുണ്ട്. ഇനി 18-ാം തീയതി ശനിയാഴ്ചയാണ് ഏറ്റവും കരുത്തൊട്ടുള്ള റിസൾട്ട് ഉള്ളത്. ബാങ്കിങ് രാജാക്കന്മാരുടെ റിസൾട്ടാണ്. HDFC ബാങ്ക്, ICC ബാങ്ക്, ആക്സിസ് ബാങ്ക്, കൊട്ടാക് ബാങ്ക്, IDB ബാങ്ക്, യെസ് ബാങ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഴ്ച പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ 100 വട്ടം ആലോചിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള റിസൾട്ടുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പരമാവധി പണ്ടൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയ കാര്യമായിരുന്നു. ഇപ്പോൾ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഇടാറ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരുപാട് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അതിൻ്റെ ലിങ്ക് അത് നമ്മുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ജോയിൻ ചെയ്യാം. സൂം മീറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു ഓൾ.